ഗസയിൽ യുദ്ധം ഏത് നിമിഷവും പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി. യുദ്ധലക്ഷ്യങ്ങളെല്ലാം നേടുമെന്നും നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഇന്നലെ കൈമാറിയ ബന്ദികൾക്ക് പകരമായി വിട്ടു നൽകേണ്ട ഫലസ്തീനികളെ ഇതുവരെ ഇസ്രായേൽ മോചിപ്പിച്ചിട്ടില്ല. അതിനിടെ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു. സുഹൈൽ വിശദാംശങ്ങൾ നൽകും. സുഹൈൽ, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? വീണ്ടും ഒരു ഭീഷണിയും മുന്നറിയിപ്പുമായി ഈ നെതന്യാഹു രംഗത്ത് വരുന്നതിന് സാഹചര്യം എന്താണ്? വീണ്ടും സാഹചര്യം മോശമാകുന്നതിന് കാരണമാക്കിയ ഘടകങ്ങൾ എന്താണ്? സൈഫുദ്ദീൻ, അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളിലേക്ക് കടക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും നെതന്യാഹു പിൻവാങ്ങുകയാണോ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് വരുന്നത്. ഏത് നിമിഷവും ഗസയിൽ യുദ്ധം പുനരാരംഭിക്കാൻ താൻ തയ്യാറാണ് എന്ന് മാത്രമല്ല, യുദ്ധലക്ഷ്യങ്ങളെല്ലാം ഇസ്രായേൽ നേടും എന്ന് നെതന്യാഹു പറയുന്നു. ഹമാസിനെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ ഇല്ലാതാക്കി കഴിഞ്ഞു. ഇനി പൂർണ്ണമായും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം അത് നേടാൻ കഴിയും. ഒന്നുകിൽ അത് ചർച്ചകളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ കണ്ടെത്തും എന്നാണ് നെതന്യാഹു ഇപ്പോൾ പറയുന്നത്. സൈനിക ഓഫീസർമാരുടെ പ്രത്യേക ഒരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോഴായിരുന്നു നെതന്യാഹുവിൻ്റെ ഈ സംസാരം. പക്ഷേ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഈ നെതന്യാഹുവിന്മേൽ ശക്തമായ സമ്മർദ്ദം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ഇപ്പുറത്ത് നെതന്യാഹുവിന്മേൽ മറ്റൊരു സമ്മർദ്ദം തുടരുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് ഇപ്പോൾ നെതന്യാഹു ഉള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നിരുന്നു. അതിൻ്റെ ഭാഗമായൊരു പ്രസ്താവന എന്ന് മാത്രമായി ഇതിനെ ചുരുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന തരത്തിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം 6 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചെങ്കിലും അതിന് പകരമായി വിട്ടയക്കേണ്ട 460ഓളം ഫലസ്തീനികൾ അവരെ ഇതുവരെ വിട്ടയച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം അവരെ കാത്തുകൊണ്ട് ഫലസ്തീനിൻ്റെ പല പ്രദേശങ്ങളിലും ആളുകൾ കൂടിയിരുന്നു. പക്ഷേ അവരെല്ലാം നിരാശയോടുകൂടി മടങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആളുകളെ, ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാത്തത് എന്ന് നെതന്യാഹു പൂർണ്ണമായും വ്യക്തമായി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ സുരക്ഷാ ക്യാബിനറ്റ് ചേർന്നിരുന്നു. അപ്പോഴും അവർ പറഞ്ഞത് ഒരു താൽക്കാലിക സമയം വരെയെങ്കിലും വിട്ടയക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 4 മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തിരുന്നു ഹമാസ്. പക്ഷേ അതിൽ ഷിറി ബിബിസിൻ്റെ മൃതദേഹം അതിലില്ല എന്ന് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന് പറയേണ്ടി വന്നു. അങ്ങനെയാണ് പിന്നീട് മറ്റൊരു മൃതദേഹം ഹമാസ് കൈമാറിയെന്ന റിപ്പോർട്ടുകൾ കൂടി വന്നിരുന്നു. അപ്പോൾ ഇതിലെല്ലാം വളരെ പ്രകോപിതരാണ് നെതന്യാഹു എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും വീണ്ടും ഗസയിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന പ്രഖ്യാപനം പശ്ചിമേഷ്യ ആകെ വീണ്ടും സംഘർഷത്തിൻ്റെ നിഴലിൽ ആക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.